ഇതവരടുത്ത് വേറൊരു ബോട്ടുണ്ടല്ലോ, ബാമ്പം ബോട്ടുണ്ടാണ് നോക്കി. ഗൈസ്, ഇതാണ് തെലങ്കാന അബൂബക്കർ ചാലൂറാണ് കേട്ടോ. അബൂബക്കർ ചാലൂർ അല്ല ഇതിൻ്റെ പേരിതാ. ഓക്കെ, ഇത് നമ്മളെ ടിക്ടോക്ക് അബൂബക്കർ ബായി തന്നതാണ് എനിക്ക്. അടിപൊളിയാണ് മക്കൾ. ഒരുപാട് മീനെ കയറ്റിക്കണ ഈ ലൂറിൽ. ഞാൻ അറിയില്ല, CMA ഉള്ള ടിക്ടോക്ക് അബൂബക്കർ, മാഷാ അല്ലാ. അങ്ങാടിയിലൊക്കെ പങ്കസ് പിടിച്ച് രാവിലെ 5 മണിക്ക് വന്ന സുബഹിസ്കാരം കഴിഞ്ഞേക്കൊണ്ട് ഓടിയതാ. പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഡെയിലി ഇങ്ങനെ പോണ്ട് മനുഷ്യ, ഒന്ന് റെസ്റ്റ് ചെയ്തൂടെ എന്നൊക്കെ പറയും. നമ്മളിതിലാകെ മുഴുകിയിരിക്കുക ഗായ്സ്. ഇത് ഈ യൗവനത്തിലേ നടക്കുള്ളൂ. കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി നടക്കില്ല. പിന്നെ ഈ കല്ലുമ്മക്കൂടെ കയറി ഇറങ്ങുന്ന പരിപാടിയൊന്നും നമുക്ക് ശരിയാവില്ല. ഇപ്പോൾ നമ്മൾ ഈ ചെറുപ്പം കൊണ്ടല്ലേ നടക്കുള്ളൂ അല്ലേ? ഇപ്പോൾ നമുക്ക് അതിന് തലവത്തി മറിയാനൊക്കെ തോന്നും. കുറച്ച് കഴിഞ്ഞ് കാലുവേദന മുട്ടുവേദനയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി, പടച്ചോനെ നമുക്ക് അന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു വിചാരിക്കും. നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ ഇടാൻ കാരണം എന്താ പറയുക, നമുക്ക് വയസ്സാകുമ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് കാണാലോ. നമ്മളിപ്പോൾ ഗാലറിയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കാണത്തില്ല. മനസ്സിലായോ? ഹലോ, അസ്സലാമു അലൈക്കും ഗൈസ്. സമയം 6:30 മണിയായിട്ടുള്ളൂ. വന്നൊരു വേർപ്പോര ഇപ്പോൾ തന്നെ. നമ്മൾ ഷാഡിൽ നിന്ന് നമുക്ക് ഷാഡ് ഈ ഷാഡിൻ്റെ ആ ടീച്ചിങ് നമ്മളെ ഫർഹാൻ പറഞ്ഞതാണ്. അതായത് ഞാൻ ഷാഡ് അധികം ഉപയോഗിക്കലില്ല, അധികം ലൂറാണ് ഉപയോഗിക്കൽ. അപ്പോൾ അവൻ പറഞ്ഞു ഷാഡിലൊന്ന് ട്രൈ ചെയ്ത് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ കുറച്ച് ഷാഡ് എനിക്ക് തന്ന്. അങ്ങനെ ആ ഷാഡിൽ നോക്കുമ്പോൾ ഭയങ്കര രസമാണ് ആ പിടുത്തം കേട്ടോ. നല്ല രസമാണ്, പെട്ടെന്ന് അടിക്കണമുണ്ട്, നല്ല ശരിക്ക് അടിക്കണം, അടിപൊളിയായിട്ട് മാഷാ അല്ലാ. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, എല്ലാവരും വാച്ച് ചെയ്യുക. ഷാഡിൽ കുറേ പിടിച്ച്. ഓക്കെ, നമ്മൾ ഷാഡ് ഇട്ട് നോക്കാം. ഷാഡ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു സാധനമാണ് ഇങ്ങനത്തെ സാധനം. ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഫർഹാൻ ഷാഡിൽ കുറേ പിടിക്കണുണ്ട് ഞാൻ. അപ്പോൾ അത് കാരണം ഷാഡ് മേടിച്ച് നോക്കിയതാ. ഇൻഷാ അല്ലാ നോക്കാം. ബിസ്മില്ലാ. അത് 7 ഗ്രാമാ എൻ്റെ ഹെഡ്. ഫുള്ള് താവണം. നമ്മൾ ഷാഡ് ഇട്ട് നോക്കാം. ഷാഡ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു സാധനമാണ് ഇങ്ങനത്തെ സാധനം. ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഫർഹാൻ ഷാഡിൽ കുറേ പിടിക്കണുണ്ട് ഞാൻ. അപ്പോൾ അത് കാരണം ഷാഡ് മേടിച്ച് നോക്കിയതാ. ഇൻഷാ അല്ലാ നോക്കാം. ബിസ്മില്ലാ. അത് 7 ഗ്രാമാ എൻ്റെ ഹെഡ്. ഫുള്ള് താവണം. ഇതാ താന്നു. ഇത് ചെറിയ കുട്ടികൾക്ക് നടക്കുള്ളൂ. അല്ലോ, ചെറിയ കുട്ടികൾക്കല്ല, വലിയ കുട്ടികൾക്ക് നടക്കും കേട്ടോ. അടിച്ചടിച്ച് ആ ശരി, അടിപൊളി. ഫർഹാനെ വെരി നൈസ്. അല്ലേ, വെറുതെ അല്ല ഈ ഷാഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ കേട്ടാ. എന്താ
ഇത് പിന്നെ ലേറ്റായിട്ടുള്ള കളിയാണ്, നമ്മൾ സ്പീഡിലുള്ള കളി നടക്കില്ല. ये मस्करा है बस, बाद में मच्छी ज़्यादा मिलते हैं, बस टाइम बहुत लगा रहा है. देखा, एक मच्छी के लिए कम से कम आधा घंटा 1 घंटा मिलता है. मेरे को इतना टाइम नहीं है, मेरे को प्रम जल्दी जल्दी चाहिए. അടിച്ചു, കല്ല് കെട്ടി, അടിച്ച് വന്നു, കല്ല് കെട്ടി പോയി. അല്ലാ, അതാ ഹമ്മൂറാണ്. അപ്പോൾ അത് പോയി, അതിൻ്റെ കാര്യം തീരുമാനമായി. അതിൻ്റെ കാര്യം തീരുമാനമായി. അതിൻ്റെ കാര്യം തീരുമാനമായി. കല്ലിൽ നിന്ന് ഇറങ്ങുന്നവരിങ്ങനെ വെയിറ്റ് ചെയ്യണം. പക്ഷേ എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും ടൈമില്ല. ഞാൻ പൊട്ടിക്കുക. ആകുമ്പോണ്ട് കണ്ട, അനങ്ങുന്നുണ്ട, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കഷ്ടം. യെസ്, ഇതണ്ട, നമ്മൾ ബ്രൈഡ് പൊട്ടിക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് ബ്രൈഡ് നമ്മളെ മിഷീൻ്റെ മുകളിൽ ചുറ്റുക. അല്ലാതെ വേറെ ബ്രൈഡിൻ്റെ മുകളിൽ നിന്നിട്ടൊരു വിരലിട്ട് മെല്ലെ പിടിക്കും. പക്ഷേ ബോട്ടിലൊന്നും ഇങ്ങനെ ചെയ്യരുത്. ബോട്ടിൽ ചെയ്താൽ ബോട്ട് മൂവ് ആകുമ്പോൾ ഈ ഇത് ടൈറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങും. നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഷാഡ് തിരിച്ചു വന്നല്ലോ. എന്താ ഇത് കഥ? അയ്യോ, ശരി, ഒന്നുകൂടി ട്രൈ ചെയ്തിട്ട് പോവാം. അങ്ങോട്ട് ഇടണ്ട, ഇങ്ങോട്ടിടാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക, തിരിക്കുക, പ്ലേ ചെയ്യുക, തിരിക്കുക. അടുത്തെത്തുമ്പോൾ പിടയ്ക്കും. അപ്പോൾ ഷാഡിൻ്റെ മുകളിലത്തെ ക്ലൈസിങ് ഒക്കെ പോയി. അടിച്ച്. ഓ, അമൂറല്ല, ശരിയെന്നെ. അല്ലോ, ഓ, ഏതാ വരുന്നത്. അടങ്ങറാക്കല്ലടാ പ്ലീസ്. ഓക്കെ. ഇല്ല, ഷാഡ് വേണ്ട. ഷാഡിൻ്റെ മുകളിൽ ക്ലൈസിങ് ഒന്നുമില്ല. അടിച്ച. ഓ, ഇത് കുറച്ച് വലുതാണ്. പടച്ചോനെ കുടുങ്ങി. തിരി നിർത്തിയാൽ പോയിട്ടോ. അയ്യോ, ഒരേ സൈസാണല്ലോ. ശരി, ശരി, ഇത് കുറച്ച് വലുതാ. ഇതാകുമ്പോൾ തന്നെ അടിച്ച്. ഹമ്മൂറ്, ചെറിയ ഹമ്മൂറ്, ഷാർക്കിന് പറ്റിയതാണ്. അടിപൊളി. അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മൾ അൽബഹർ എന്നുള്ളൊരു കടയിൽ നമ്മൾ ഫുജറയിൽ തുടങ്ങിയിട്ടുണ്ട്. പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട് അൽബഹറിൻ്റെ. അത് നമ്മൾ പിന്നെ ഫുജറയിൽ നിന്ന് വരുമ്പോൾ റുവൈലാത്തിലത്തെ സിഗ്നൽ കഴിഞ്ഞ് നേരെ വന്ന റൗണ്ടാണ് പോയിട്ട്. ആ റൗണ്ടിൽ നേരെ കൽബത്ത് വന്നാൽ ഇവിടെ വലിയ പള്ളിൻ്റെ അടുത്ത് ഈ അട്നോക്ക് പമ്പിൻ്റെ അടുത്താണ് ഈ കട കേട്ടോ. അപ്പോൾ നമ്മൾ ചില ലൂറുകളുണ്ടല്ലോ നമുക്ക് ഭയങ്കര എഫക്റ്റായിട്ട് നമുക്ക് ശരിക്കും അടിക്കും. ചില ലൂറുകളിൽ അടി കുറവാണ്. അപ്പോൾ ആ ലൂറ് അധികം നമുക്ക് ഭയങ്കര അടിയാണായില്ല, നമുക്ക് മാത്രം. എനിക്കറിയില്ല കേട്ടോ, വേറെ ആർക്കും അടിക്കണ്ടോന്ന് അറിയില്ല. പക്ഷേ എനിക്ക് നല്ല റിസൾട്ടാണ്. ഇതാണ് അൽബഹർ ഷോപ്പ്. വേണ്ടാ, നമ്മുടെ കൽബയിലാണ്, ഫുജറയിൽ. ഷോപ്പിൻ്റെ നമ്പർ അവിടെ ഉണ്ട്. നമ്പർ 050-930-8425. കടയിൽ കയറിയേക്കാം. നമ്മൾ ലൂർ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇത് ഇങ്ങോട്ട് തുറന്നു. മാഷാ അല്ലാ, അടിപൊളി ജിഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാ സാധനം കേട്ടോ. നമ്മുടെ ലൂറ് വന്നോ? മാഷാ അല്ലാ. അപ്പം നമുക്ക് ഈ ലൂറ് നമ്മളെപ്പോഴും അർഷദ് ഭായിൻ്റെ നിന്ന് അജ്മാനിനാണ് മേടിക്കില്ല. അജ്മാനിൽ നിന്ന് അവർ കൊടുത്തയക്കലാണ്, കൊറിയറിൽ വിടും അർഷദ് ഭായ്. അപ്പോൾ ഇന്ന് ഇവിടെ അടുത്ത് കട വന്നപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചു നോക്കുമ്പോൾ ഇവിടെ ഉണ്ട്, സാധനം ഇവിടെ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ മേടിക്കാൻ വന്നതാണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മുതിയ കേട്ടോ. ലൂറ് സസ്യ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, സാധനങ്ങളൊക്കെ ഉണ്ട്.
മാഷാഅല്ലാഹ്. സ്നാപ്പ് ലോക്കുകൾ. എല്ലാ സാധനം ഉണ്ട് അല്ലേ? ആ റാഡ് എല്ലാം ഉണ്ട്. ഗണ്ണടക്കം ഉണ്ട്. എന്താ ഫ്ലോറോ കാർബൺ സെറ്റ് കണ്ണി കണ്ട് ബ്രൈഡ്. റീല് സർഗോസ് ഉണ്ട് എൻ്റെ അടുത്ത്. നമ്മുടെ ജിഗ് വന്നോ മറ്റേത് ഇതിൻ്റെ ഇതിൻ്റെ 40 വന്നോ? ഇതിൻ്റെ 40 ഓർഡർ കൊടുത്തിട്ടുള്ളൂ. എന്നാ കിട്ടുക? ഇൻഷാ അല്ലാഹ്. ലിറ്റിമോ പൊളിയാണേ. അപ്പം നമ്മൾ ചെറിയ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇതാണ് ഇവിടുത്തെ കടലിൻ്റെ മുതിർ. സാധനം എന്തെങ്കിലും വേണമെങ്കിൽ ആൾക്ക് ഫോൺ ചെയ്തോളി, ആൾ കൊടുന്ന് നോക്കും. എൻ്റെ ഫോൺ നമ്പർ ഒന്ന് മെസ്സേജ് 050-930-8425 മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ബോട്ട് വന്നിട്ടുണ്ടോ? ഈ ബോട്ടില്ല. അപ്പം ഇതിൽ നമ്മൾ ബൈറ്റ് എടുത്ത് ഇത് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചേ. ലൈവ് വെയിറ്റ് ഫിഷിങ് ബോട്ടാണ്. ഇത് കണ്ടോ, 2 മറുവാഹ ഉണ്ട്, ഫാനൊക്കെ ഓടുന്നുണ്ടോ? GPS ആണ് എന്താ സിസ്റ്റം. ഇത് ഓണാക്കി. ആ അതല്ല ഫാന്. അടിപൊളി. ഇതിൽ അടിപൊളി. മറ്റേ സൈഡ് ഓക്കെ, അടിപൊളി. അപ്പൊ നമ്മള് ബൈറ്റൊക്കെ ഇതില്, അതായത് ചൂണ്ടില് ഈയം വെയിറ്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൽ വെക്കുക. ഇതിൽ വെച്ചിട്ട് നമ്മൾ ബോട്ടാണ് ഓടിക്കുക. ബോട്ടിന് റിമോട്ടിൽ കൺട്രോൾ ചെയ്യുക. റിമോട്ടാണ് സിസ്റ്റം. ഓക്കെ ഓക്കെ. എത്ര മീറ്റർ പോകുന്നുള്ളത് ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കും. പിന്നെ ബാറ്ററി എന്തെങ്കിലും തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിട്ടേൺ വരും ചെയ്യും. അതായത് ലോ പ്രൈസ് ആയിരുന്നു. ലോ പ്രൈസിൽ 3 ടൈപ്പ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇത് റിട്ടേൺ വരും നമുക്ക്. പിന്നെ ബാറ്ററി കഴിഞ്ഞാൽ GPS ഇല്ലാതെ റിട്ടേൺ വരില്ല. നമുക്ക് GPS ഉള്ളത് മാത്രം റിട്ടേൺ വരും. GPS ഇല്ലാത്തത് റിട്ടേൺ വരില്ല. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോ പ്രൈസ് ആണ് ഒന്നാമത്, ലോ ബഡ്ജറ്റ്. ലോ ബഡ്ജറ്റ് ഒരു 200 മീറ്ററോളം നമുക്ക് ഇതിൽ കൊണ്ടിടാൻ പറ്റും. ഇത് 500 മീറ്റർ വരുന്നത്. ഓ 500 ഇതിൽ 500 മീറ്റർ നമുക്ക് ഇത്രയും ദൂരം കൊണ്ടുപോയി അവിടെ ബൈറ്റും അതായത് കുളത്തുമൊക്കെ ഏരിയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇടാം. അതായത് 3 റീലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, അടിപൊളി അടിപൊളി. ഇത് അവരുടെ അടുത്ത് വേറൊരു ബോട്ട് ഉണ്ടല്ലോ, ബാമ്പം ബോട്ട് തന്നെയാണ്. നോക്കിയേ, ഇത് ഭയങ്കര നീട്ടുണ്ട് കേട്ടോ. കണ്ടോ? ആ ഈ ക്യാമറ കൊള്ളുന്നില്ല ശരിക്കും. അതല്ല അടിപൊളി. ഇതിന് ഫ്രണ്ടിൽ 2 ലൈറ്റ് ഒക്കെ ഉണ്ട് അല്ലേ? നാവിഗേഷൻ ലൈറ്റ്. ഓക്കെ. ഇത് ഇതിന്റെ റഡാർ സിസ്റ്റത്തിന്റെ. ഇതിന്റെ ബാറ്ററി അത് എത്ര MH? 30,000 mAh ബാറ്ററി. നല്ല വെയിറ്റ് ആണ്, നല്ല വെയിറ്റ്. ഇതൊക്കെ താങ്ങി പിടിച്ച് പോണ്ടത്. ഹൈ സ്പീഡ്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനം. അടിപൊളി. ഇതെന്താ സംഭവം? ഇത് അതിന്റെ നാവിഗേഷൻ ലൈറ്റ്. ഇതൊക്കെ നാവിഗേഷൻ ലൈറ്റ് ആണ്. ഓക്കെ ഓക്കെ. ഇതിന്റെ ഫാൻ എവിടെയാണ്? ഫാൻ മറ്റേനാലും കുറച്ചുകൂടി സ്ട്രോങ് ആണ്. പിന്നെ സ്പെയർ തരുന്നുണ്ട്, ഒരു പാർട്സ് തരുന്നുണ്ട്. ഇതാണ് റിമോട്ട് വരട്ടോ. സ്ലിം. അടിപൊളി. ഇത് GPS സിസ്റ്റം തന്നെയാണ്. നമുക്ക് ബാറ്ററി പവർ കഴിഞ്ഞാൽ തിരിച്ചു വരും. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ ഷോറിലൊക്കെ ഫിഷിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഷോറിൽ വെച്ചിട്ട് ഈ നമ്മൾ ലൂറൊക്കെ ഉണ്ടല്ലോ, ഇതിൽ ലൂറ് വെക്കുക. ലൂറ് ജിഗൊക്കെ അതിൽ വെച്ചിട്ട് നമ്മൾ ഒരു 10-300 മീറ്റർ ലൈൻ ഉണ്ടെങ്കിൽ അത്രയും ദൂരം കൊണ്ടിട്ട് അവിടെ ഇടുക. എന്നിട്ട് ഇയാളോട് പോയിട്ട് ഈ ബോട്ടിനോട് പറയാം നമുക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. ബോട്ടിനെ നമ്മൾ എടുക്കുക, അവിടെ കരക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ചുറ്റിയാൽ മതി. ജിഗ് അല്ല ലൂർ ഇങ്ങനെ റിട്രൈവ് ചെയ്യണ സമയത്ത് എത്ര ദൂരം നിന്ന് വേണമെങ്കിലും അടിക്കും. ഒരു കയാക്കിന്റെ ഒരു ഫിഷിങ്ങിന്റെ ഉണ്ട് ശരിക്കാണ്. അടിപൊളി. എങ്ങനെയായാലും നമുക്കൊന്ന് മേടിക്കണത്. ഓക്കെ ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്യാം. അതിന് സ്പെയറും വരുന്നുണ്ട്, ഫാൻ വരുന്ന സ്പെയർ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഉണ്ടോ? എല്ലാ സ്പെയർ ഉണ്ട്. ഓക്കെ ബൈ, താങ്ക് യു.